ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ കീർത്തന. ഇന്നൊരു സൺഡേ മോർണിംഗ് ആണ്. സോ നമ്മൾ കെട്ടി ഒരുങ്ങി പോകുന്നത് ക്ഷേത്രത്തിലോട്ടാണ്. ഞങ്ങളെന്ന് പറയുമ്പം ഞാനും ആൻറ്റിയും അച്ചും, അതായത് ആൻറ്റിയുടെ മോനും മാത്രമാണ് പോകുന്നത്. അച്ചമ്മയ്ക്ക് വയ്യാത്തതുകൊണ്ട് അമ്മ വീട്ടിലാണ്. നമ്മൾ ഇപ്പൊ പോവാൻ പോകുന്നത് എന്താണ് കാരണം സൗണ്ട് ഒക്കെ ഫസ്റ്റ് നമ്മൾ പ്ലാൻ ചെയ്തത് പിശാരികാവ് പോകണം. അത് നടന്നില്ല. അമ്മ വരാന്നായിരുന്നു പറഞ്ഞത്. ഇന്ന് ശ്രീകൃഷ്ണ ജയന്തി ആയതുകൊണ്ട് തന്നെ ഭയങ്കര ക്രൗഡായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ആള് മുങ്ങി. സോ ഞാനും ആന്റിയും ആ ദൗത്യം ഏറ്റെടുത്തിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമ്മൾ ഫിക്സ് ചെയ്ത ടെമ്പിൾ നമ്മുടെ വെള്ളിമാട് കുന്നുള്ള മേൽപ്പഴനിയാണ്. ഞാൻ ഇതുവരെ അവിടെ പോയിട്ടില്ല. സോ ഇന്ന് അങ്ങോട്ട് തന്നെ ആക്കാൻ വിചാരിച്ചിട്ട് പോകും. അപ്പൊ നമുക്ക് അവിടെ തിരിക്കാം. അങ്ങനെ പോകുന്ന വഴിക്ക് നമ്മൾ എണ്ണയൊക്കെ അടിക്കാൻ വേണ്ടി കയറിയിട്ടുണ്ട്. പിന്നെ ഇത് ഇവിടെ എത്താൻ നേരത്ത് അച്ചു എൻ്റെ അടുത്ത് പറഞ്ഞു നീ ശ്വാസം പിടിച്ചിരുന്നു. കാരണം അത്രയും വലിയൊരു കയറ്റമായിരുന്നു കേട്ടോ. പളനി എന്നൊക്കെ പറയുന്ന മലേൻ്റെ മേലെയാണല്ലോ. അതേപോലെ തന്നെ ഈ ഒരു കയറ്റം കയറി ഏറ്റവും ടോപ്പിലാണ് കേട്ടോ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഫൈനലി നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. പാർക്കിങ്ങിനൊക്കെ അത്യാവശ്യം നല്ല സൗകര്യം ഉണ്ടായിരുന്നു കേട്ടോ. മാത്രമല്ല ഗൈസ്, ഇവിടെ ഭയങ്കര വ്യൂ ആണ്. അങ്ങനെ നമ്മൾ അവിടെ എത്തി നേരെ പോകുന്നത് കാർ പാർക്ക് ചെയ്യാനാണ്. പിന്നെ ഞങ്ങൾ നേരെ പോയത് വഴിപാട് കൗണ്ടറിലോട്ടാണ്. നമ്മൾ നേരത്തെ പിശാരികാവ് പോകണമെന്നായിരുന്നല്ലോ പറഞ്ഞത്, അവിടെ മുട്ടിറക്കാനായിരുന്നു. ബട്ട് ഇവിടെ വന്നപ്പോഴും ഇവിടെയും മുട്ടിറക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ നേരെ 3 തേങ്ങയും വാങ്ങിച്ചു. പിന്നെ ഈ മഞ്ഞപ്പട്ട് ദൃഷ്ടിദോഷത്തിന് വേണ്ടിയിട്ടാണേ. ഓൾമോസ്റ്റ് എല്ലാ വഴിപാടുകളും പ്രസാദം നമുക്ക് തരും. ബട്ട് ഈ മഞ്ഞപ്പട്ടിൻ്റെ പ്രസാദം മാത്രം നമുക്ക് കിട്ടില്ല കേട്ടോ. അത് നേരം ദണ്ഡപാണി എന്നാണ് പറയാം, ഇവിടെ ഉടുപ്പിച്ച് കൊടുക്കുക കേട്ടോ ചെയ്യുക. തമിഴ്നാട് കൾച്ചറിൻ്റെ ടെമ്പിൾ സ്ട്രക്ചറിലൊക്കെയാണ് ഇവിടെ ഇത് ചെയ്തിരിക്കുന്നത്. അയ്യപ്പൻ ഇരിക്കുന്ന കോവിലൊക്കെ കേരള കൾച്ചറിൽ തന്നെയാണ് ഇവർ ചെയ്തിരിക്കുന്നത്. സ്വാമി ശരവണഭവയാണ് ഈ ഒരു ടെമ്പിളിൻ്റെ ഫൗണ്ടർ. നമ്മൾ പോയ സമയത്ത് നട തുറന്നിട്ടുണ്ടായിരുന്നില്ല. അവിടെ പൂജ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അകത്ത് നീരാട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് കേട്ടോ ആ വെള്ളം പോയിക്കൊണ്ടിരിക്കുന്നത്. അത് കണ്ട് പതുക്കെ നടന്ന് പോവാണ് കേട്ടോ ജാൻവി. അതിലൊന്ന് പോയിട്ട് വിളയാടണം എന്നൊക്കെ ഉണ്ട്. അങ്ങനെ കുറച്ച് നേരത്തെ കാത്തിരിപ്പിന് ശേഷം നമുക്ക് നല്ല രീതിക്ക് തന്നെ ദർശനവും കാര്യങ്ങളൊക്കെ കിട്ടി. ഇന്ന് കൃഷ്ണ ജന്മാഷ്ടമി ആയതുകൊണ്ട് തന്നെ പല പരിപാടികളും ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പം ജാൻവിയുടെ ഒരു വീക്ക്നെസ് എന്ന് പറയുന്നത് ഈ ഒരു ബബിൾസ് ആണ്. എവിടെ പോയാലും ആൾക്ക് ഇത് വേണം കേട്ടോ. സോ അവിടെയും ഇത് കണ്ടപ്പോൾ പിന്നെ എനിക്ക് വേറെ ഒന്നിലേക്കും ഓപ്ഷൻസ് പോയിട്ടുണ്ടായിരുന്നില്ല. നേരെ അത് വാങ്ങിച്ചു കൊടുത്തു. പിന്നെ അതുമായിട്ട് അങ്ങോട്ട് കളി തുടങ്ങി കേട്ടോ. ദെൻ നമ്മൾ ഫോർ ഫേവറേറ്റ് ആയിട്ടുള്ള ഫോട്ടോ സെക്ഷനിലോട്ട് തന്നെ കടന്നിട്ടുണ്ട്. പിന്നെ ആൻറ്റിക്ക് ഒരു ആഗ്രഹം, ഞാൻ നടന്നു വരുന്ന വീഡിയോ ഒക്കെ എടുത്തിരുന്നു. അങ്ങനെ എടുത്തു കൊടുത്താണ് കേട്ടോ. താഴോട്ടൊക്കെ ഇറങ്ങിയപ്പം ഈ ഒരു കാടൊക്കെയാണ് കേട്ടോ ഇവിടെ ഉള്ളത്. നല്ലൊരു ആംബിയൻസ് ആയിരുന്നു. ഞങ്ങൾ അങ്ങനെ സ്റ്റെപ്പ് അങ്ങോട്ട് ഇറങ്ങാൻ പോയില്ല. അങ്ങനെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ എവിടെ എത്തുമെന്ന് എനിക്കറിയില്ല. സോ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് സ്റ്റെപ്പ് ഇറങ്ങി അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസ് എടുത്തിട്ട് പിന്നെ നേരെ മേലോട്ട് തന്നെ കയറാട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നല്ല രീതിക്ക് ദർശനവും കാര്യങ്ങളൊക്കെ കിട്ടി. നമ്മൾ നേരെ വീട്ടിലോട്ട് തിരിക്കുകയാണ്. സോറി ഗൈസ്, വീട്ടിലോട്ടല്ല, നന്നായിട്ട് വിശപ്പുണ്ട്. അപ്പം പോകുന്ന വഴിക്ക് ഏതെങ്കിലും കട കണ്ടിട്ടുണ്ടെങ്കിൽ അവിടെ കയറി ഫുഡൊക്കെ കഴിച്ചിട്ടാട്ടോ ഇനി പോകുള്ളൂ. ഗൈസ്, നിങ്ങൾ കാര്യം കണ്ട എൻ്റെ ബ്രദറാണ്. ഇയാൾ പൊതുവേ സൈലൻ്റ് ആണെന്നാണ് എല്ലാവരും പറയാം. ബട്ട് എനിക്കെല്ലാം അറിയുള്ളൂ ഇവൻ്റെ തനി സ്വരൂപം എന്താണെന്നുള്ളത്. സംഭവം ആൾ അത്രയും ക്ലോസ് ആയിട്ടുള്ള ആളുകളുടെ അടുത്ത് മാത്രമേ ഇത്തരത്തിൽ സംസാരിക്കാറുള്ളൂ. നമ്മളെ ജാൻവിക്കുട്ടി കിടന്നുറങ്ങിപ്പോയി പാവം, ഛർദ്ദിച്ചിട്ട്. ജാൻവി അതിൻ്റെക്ക് നന്നായിട്ട് ക്ഷീണിച്ച് പോയിട്ടുണ്ടായിരുന്നു ഗൈസ്. കാരണം ക്ഷേത്രത്തിൽ പോയ സമയത്ത് അവിടുന്ന് മുട്ടായി കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഒരു ഇമിലി പോലത്തെ ഒരു സംഭവമായിരുന്നു. അത് വായിലിട്ടിട്ട് അങ്ങനെ കുടുങ്ങി പോയിട്ടുണ്ടായിരുന്നു. സോ ഞാൻ തട്ടിയിട്ടും പോയില്ല പുറത്തേക്ക്. പിന്നെ ആൾ വൊമിറ്റ് ചെയ്തു കേട്ടോ. അങ്ങനെ ആ ക്ഷീണത്തിൽ ആൾ ഉറങ്ങിപ്പോയി. അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടി നേരെ റെസ്റ്റോറൻറ്റിലോട്ട് കയറി. ഇവിടെ ആക്ച്വലി ഞാൻ 2ാമത്തെ തവണ കേട്ടോ വരുന്നത്. ഫസ്റ്റ് തവണ വന്നിട്ടുണ്ടായിരുന്നത് എൻ്റെ കല്യാണത്തിന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് റിലേറ്റീവ്സ് എല്ലാവരും വന്നപ്പോൾ അവരെ കൂടെയാണ് ഞാൻ ഫസ്റ്റ് ആയിട്ട് ഇവിടെ കയറുന്നത് കേട്ടോ. ദെൻ ഇപ്പം സെക്കൻഡ് ടൈമാണ് വരുന്നത്. അങ്ങനെ എത്തിയതും പിന്നെ നമ്മളെ എക്കാലത്തെയും ഫേവറേറ്റ് ആയിട്ടുള്ള പൊറോട്ടയും ബീഫും ഇത് തന്നെയാണ് ഓർഡർ ചെയ്യുക. എല്ലാവരും പൊതുവേ ക്ഷേത്രത്തിൽ പോയിട്ട് വരുമ്പോൾ മസാല ദോശയൊക്കെയാണ് കഴിക്കുക. ബട്ട് ഞാൻ നേരെ ഓപ്പോസിറ്റാണ് കേട്ടോ. ഞങ്ങൾ നേരെ ഓപ്പോസിറ്റാണ്. എന്താ അറിയില്ല, ഇത് കഴിക്കാതെ ഒരു സമാധാനം കിട്ടില്ല കേട്ടോ. ആദ്യമൊക്കെ 2 പൊറോട്ട 2 കൂടാറേ ഉള്ളൂ, 2 കഴിക്കുകയായിരുന്നു. ബട്ട് ഇപ്പം എന്താണെന്ന് അറിയില്ല, ഒരു പൊറോട്ടയ്ക്ക് കഴിക്കാൻ കഴിയുന്നുള്ളൂ ഗൈസ്.
അതിനിപ്പോൾ എത്ര നല്ല കറിയാണെങ്കിലും പൊറോട്ടയുടെ അളവ് എനിക്ക് അങ്ങോട്ട് കൂട്ടാൻ കഴിയുന്നില്ല കേട്ടോ. ഒരു കണക്കിന് അതൊരു നല്ല കാര്യമാണല്ലേ. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് നമ്മൾ വെളിയിലോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഫുഡൊക്കെ കഴിച്ച് നമ്മളങ്ങനെ ഫുഡൊക്കെ കഴിച്ച് പോവുകയാണ്. എങ്ങോട്ടാ പോകുന്നത് നമുക്കറിയില്ല. ഗൈസ് നോക്കൂ ഗൈസ്, പാവത്തിനറിയില്ലല്ലോ ഞാൻ അതൊക്കെ അപ്ലോഡ് ചെയ്യുന്നു. ഞാനിരിക്കും കാറ്റും ചെയ്തില്ലേ. അങ്ങനെ നമ്മള് ഫുഡെല്ലാം കഴിച്ച് ഒന്നുകൂടെ എടുത്തോ, ഒന്നുകൂടെ എടുത്തോ. ആ പറഞ്ഞോ ഇത് വേണ്ട, ആകെ ഡീക്കാൻ. ഗൈസ് പോരട്ടെ. മറ്റേ ക്ലിപ്പ് എന്റെ കയ്യിലുണ്ട്. ഞാറ്റന്റെ മോളെ ഗൈസ് നിങ്ങളിത് കാണുക, ഇതാണ് ഇവൻ്റെ റിയൽ ക്യാരക്ടർ. എൻ്റെ അടുത്ത് പലരും പറഞ്ഞിട്ടുണ്ട് ആൾ ഭയങ്കര ശരിയാണല്ലേ എന്നൊക്കെ. ആ പറഞ്ഞവരൊക്കെ ഒന്ന് ഇത് കാണട്ടോ. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. സോ ഈ വ്ളോഗൊക്കെ എനിക്ക് ഫുള്ളായിട്ട് സൺഡേ മുഴുവൻ എടുക്കണം എന്നായിരുന്നു പ്ലാൻ. ബട്ട് അച്ചമ്മയ്ക്ക് ചെറുതായിട്ടൊരു വയ്യായി വന്നപ്പോൾ ഞാൻ ഇവിടുത്തെ സ്റ്റോപ്പ് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.